എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/25. ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ: ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? നെപ്പോളിയൻ. ഓപ്ഷൻ സി നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? തെറ്റായത് രണ്ടാമത്തെ, 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. 3, 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 3. ആൻസർ ഓപ്ഷൻ ബി 2, 3. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഒന്നാമത്തെ, ബഹദൂർ ഷാ രണ്ടാമൻ, ഡൽഹി. ഷാമാൽ ബരാട്ട്. മൗലവി അഹമ്മദുള്ള, ഫൈസാബാദ്. ബീഗം ഹസ്രത്ത് മഹൽ, ലക്നൗ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 സി, 2 ഡി, 3 എ, 4 ബി. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1865. ഓപ്ഷൻ ബി 1865. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? പി സി വിഷ്ണുനാഥ്. ഇപ്പോഴത്തെ പി സി വിഷ്ണുനാഥ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ആൻസർ ഓപ്ഷൻ എ. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പ്, നിക്കൽ. ഓപ്ഷൻ എ ഇരുമ്പ്, നിക്കൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന രണ്ടാമത്തെ, അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അതുപോലെ ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ആൻസർ എന്നത് ഓപ്ഷൻ ബി ഓൺലി 2 and 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി. ഓപ്ഷൻ സി ഇടുക്കി. 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. താഴെ പറഞ്ഞവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? താഴെ പറഞ്ഞവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. താഴെ പറഞ്ഞവയിൽ ആർ ബി ഐയുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറഞ്ഞവയിൽ ആർ ബി ഐയുമായി ബന്ധമില്ലാത്തത് ഏത്? പാവപ്പെട്ടവന്റെ ബാങ്ക്. ഓപ്ഷൻ ഡി പാവപ്പെട്ടവന്റെ ബാങ്ക്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. നബാർഡ്. ഓപ്ഷൻ സി നബാർഡ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. താഴെ പറഞ്ഞതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്. താഴെ പറഞ്ഞതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്. ജൈവ കൃഷി രീതി ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ എ. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽ പെടുന്നു? ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽ പെടുന്നു? തൃതീയ മേഖല. ഓപ്ഷൻ എ തൃതീയ മേഖല. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറഞ്ഞതിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറഞ്ഞതിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ആർ ബി ഐ. ഓപ്ഷൻ ബി ആർ ബി ഐ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26
ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ആമുഖം. ഓപ്ഷൻ സി, ആമുഖം. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. ഓപ്ഷൻ ബി. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. ഇതിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 42ാം ഭേദഗതി ചെറിയ ഭരണഘടന, രണ്ടാമത്തെ മൗലിക കടമകൾ. പിന്നെ 44ാം ഭേദഗതി വകുപ്പ് 300A നാലാമത്തെ 1978. പിന്നെ 73ാം ഭേദഗതി 11ാം പട്ടിക ത്രിതല പഞ്ചായത്ത്. 86ാം ഭേദഗതി വകുപ്പ് 21A വിദ്യാഭ്യാസം മൗലികാവകാശം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ തന്നിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, മായഞ്ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. ആൻസർ വരുന്നത് എല്ലാം 1, 2, 3, 4, 5, 6. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇതിലെ എല്ലാ പ്രസ്താവനയും തെറ്റാണെന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? പെടാത്തത്. നാലാമത്തെ രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 4 ഓൺലി. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 104ാം ഭേദഗതി. ഓപ്ഷൻ ബി, 104ാം ഭേദഗതി. 26ാമത്തെ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? ഒന്നാമത്തെ, ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ. ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1, സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ഇവ എല്ലാം 3. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM-ൽ എത്ര അംഗങ്ങളുണ്ട്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങൾ. ഓപ്ഷൻ എ, 15 അംഗങ്ങൾ. താഴെ പറയുന്നതിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? 60 വയസ്സ്. ഓപ്ഷൻ ബി, 60 വയസ്സ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? റവന്യൂ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ സി, റവന്യൂ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകം രചിച്ചത് ആരാണ്?
റാംഡിയോ മിശ്ര. ഓപ്ഷൻ ഡി, ഒന്ന് മാത്രം, റാംഡിയോ മിശ്ര. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? മൂന്നാമത്തെ, ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 ഓപ്ഷൻ സി, 3 മാത്രം. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതാണ്? സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ആൻസർ എന്ത്? ഓപ്ഷൻ സി, 1, 2 ആൻഡ് 3. ഓപ്ഷൻ സി. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6-ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശനത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6-ാം വംശനാശം, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ, ഒരു അസ്വാഭാവിക ചരിത്രം, ആൻ അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എലിസബത്ത് കോൾബർട്ട്. ഓപ്ഷൻ ബി, എലിസബത്ത് കോൾബർട്ട്. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ്. ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് കാർബൺ ക്രെഡിറ്റ്. ഓപ്ഷൻ സി, കാർബൺ ക്രെഡിറ്റ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ജീവനി. ഓപ്ഷൻ ഡി, ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ കുറയുന്നു? ഓപ്ഷൻ ബി, കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? മാലൂസ് നിയമം. ഓപ്ഷൻ ബി, മാലൂസ് നിയമം. താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഓപ്ഷൻ ഡി, സ്പാഡെക്സ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? ഡി ബ്രോഗ്ലി. ഓപ്ഷൻ സി, ഡി ബ്രോഗ്ലി. CuNH3Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്ര? 43 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, +3, +3. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? CO2. ഓപ്ഷൻ സി. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായിട്ടാണ് നൽകിയത്? ക്വാണ്ടം ഡോട്ട്സ്. ഓപ്ഷൻ ബി. താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി തളരുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. ആൻസർ എന്ത്? ഓപ്ഷൻ എ, 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജനി, പരിണയം, സുശീല, ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അയ്യത്താൻ ഗോപാലൻ. ഓപ്ഷൻ സി, അയ്യത്താൻ ഗോപാലൻ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. രണ്ടാമത്തെ, ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. മൂന്നാമത്തെ, സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2, 3. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. പിന്നെ മൂന്നാമത്തെ, ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. അപ്പൊ ആൻസർ വരുന്നത്
ഓപ്ഷൻ എ 1, 3. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര n പദങ്ങൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സ്ട്രാ n പദങ്ങൾ ഈക്വൽ ടു 12/7 ആയാൽ n-ന്റെ വില എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 6. ഒരാൾ ഒരു ഡസൻ ബാഗുകൾ 4,920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? 575 രൂപ. ഓപ്ഷൻ എ 10x × 4 / 5x = 2/8 ആയാൽ x-ന്റെ വില എത്ര? ഓപ്ഷൻ ഡി 6. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിന്റെ 91% ആയാൽ ആകെ മാർക്ക് എത്ര? ഓപ്ഷൻ ബി 500. സാമാന്ത്രികം ABCD യിൽ AB, AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 cm, 20 cm ആണ്. സാമാന്ത്രികത്തിന്റെ വിസ്തീർണം 160 cm² ആയാൽ അതിന്റെ ചുറ്റളവ് എത്ര? 80 cm. ഒറ്റയാനെ കണ്ടെത്തുക. 8, 27, 64, 100, 125, 216, 343. 100. ഓപ്ഷൻ ബി 100. 2018 ജനുവരി 1 തിങ്കളാഴ്ച ആയാൽ 2022 ജനുവരി 1 ഏത് ദിവസം? ഓപ്ഷൻ സി ശനി. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 3, 7, 16, 35, 74 ഡാഷ്. ഓപ്ഷൻ എ 153. സങ്കലനം എന്നത് ഗുണനത്തിനെയും വ്യവകലനം എന്നത് ഹരണത്തെയും ഗുണനം എന്നത് വ്യവകലനത്തിനെയും ഹരണം എന്നത് സങ്കലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 25 + 5 + 5 ഹരിക്കണം 900 - 90 × 100 വില എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 35. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. The quality of the oranges dash not satisfactory. Option A was. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. None of us played the game well. Option D did we. If you had reached the venue at the right time, you dash the chief guest. Option A could have met. Teacher could not dash beating the students for his misbehavior. Option B keep from. The correctly spelled word is. Option C memento. Option C. The court observed the agreement null and void. Here null and void means option B invalid. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. Option A. Change into reported speech. Change into reported speech. He said, will you listen to such an advice? Option D. He asked whether they would listen to such an advice. Expand UPI. Option A. Unified Payments Interface. Option A. അവൻ എന്ന പദം പിരിച്ചെഴുതുക. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി ആ പ്ലസ് അൻ. ആദേശസന്ധിക്ക് ഉദാഹരണമാണ് വിൻ പ്ലസ് സ്ഥലം വിണ്ടലം. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം. ഓപ്ഷൻ ഡി ആദ്രിപ്പ രൂപം. ചെല്ലം പെരുത്ത ചിതറിരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ത്? അതിവാത്സല്യം അപകടകാരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. തരണം ചെയ്യാനുള്ള ഇച്ഛ. ഓപ്ഷൻ ഡി. ചുവടെ കൊടുത്തിട്ടുള്ള കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉഗ്രം, അത്യുഗ്രം. കുതിരയുടെ പര്യായമല്ലാത്തത് ഏത്? നഗജം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. നായകൻ, നായകി. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? വൈദ്യർ. കരണിപ്രസവം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? അപൂർവമായ സംഭവം. താങ്ക് യു.